തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 22-ാമത്തെ ആയത്തിന് ഈ ആഴ്ച ആരാ നിയമം പറയാ? കഴിഞ്ഞ ആഴ്ച ഷാജിസായി പറഞ്ഞിരുന്നു. ഈ ആഴ്ച എങ്ങനെ പറയില്ലേ? ഓക്കെ, റെഡിയാണെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കുക, നിങ്ങൾ പറയും. പിന്നെ സയഖൂലൂന, ഇതിനകത്ത് എന്തൊക്കെയാണുള്ള നിയമങ്ങൾ? സയഖൂലൂന എത്ര നിയമങ്ങളുണ്ട്? 2 രണ്ടും മദ് അസ്ലി തന്നെയാണ്. ഒന്ന് സയഖൂ എന്ന് പറയുമ്പോൾ ഖാഫിന് മദ് അസ്ലി ഉണ്ട്. എന്തുകൊണ്ട് മദ് അസ്ലിയായി? ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നിട്ടില്ല. അതുകൊണ്ട് മദ് അസ്ലി എത്ര അലിഫാണ് നീട്ടേണ്ടത്? 1 അലിഫ്. നിയമം എങ്ങനെ പറയാം? ഖാഫ് മദ് അസ്ലി, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നില്ല, 1 അലിഫിൻ്റെ അളവ് നീട്ടണം. ഖൂ. സെയിം കാര്യം തന്നെയാണ് ലാമിലും വരിക. ഓക്കെ, അപ്പം ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അടുത്തത് സലാസത്തുൻ. സലാസത്തുൻ എന്നതിൽ ലാമിലും എന്ത് വന്നിട്ടുണ്ട്? മദ് അസ്ലി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1 അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി അത് കഴിഞ്ഞിട്ട് സലാസത്തുൻ എന്ന് പറയുമ്പോൾ ആ പദത്തിൻ്റെ ലാസ്റ്റ് താഇന് ഇരട്ട ദമ്മ വന്നിട്ടുണ്ട്, തൻവീം വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? റായാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും നിയമം? തൻവീന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്ന. മാഷാ അല്ലാഹ്. ഇദ്ഗാം ബിലാ ഗുന്നക്ക് 2 അക്ഷരങ്ങളാണ് ഉള്ളത്, ലാമും റായും. ഓക്കെ, അപ്പോൾ അതേ തൻവീന് ശേഷം റാ വന്നതുകൊണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മണിക്കാതെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതേണ്ടത്? മണിക്കാതെ കൂട്ടിച്ചേർക്കണം. എങ്ങനെയാ? തുറ. എങ്ങനെ പറയേണ്ടത്? തുറ. തുൻ റാ എന്ന് പറയരുത്, തൻവീനെ വ്യക്തമാക്കരുത്, അതിനെ കൂട്ടിച്ചേർക്കണം. തുറ എന്ന് പറയണം. ഓക്കെ, സലാസത്തുർ റാ. ഇനി മാത്രമല്ല, ഇവിടെ റാ വന്നിരിക്കുന്നു അല്ലേ? റായിന് എന്താ വന്നിരിക്കുന്നത്? ഫതഹ് വന്നിരിക്കുന്നു, 1 അലിഫിൻ കനപ്പിക്കണം. അതേപോലെ തന്നെ റായിന് എന്ത് വന്നിട്ടുണ്ട്? മദ് അസ്ലീം വന്നിട്ടുണ്ട് അല്ലേ? അതിന് ശേഷം അലിഫ് വന്നിട്ടില്ലേ? റാ എന്ന് പറയുമ്പോൾ 1 അലിഫിൻ്റെ അളവ് നീട്ടും വേണം. അപ്പം എത്ര നിയമമായി ഒരുമിച്ച്? 2-3 നിയമം ഒരുമിച്ചായി. ഓക്കെ, ഇനി റാബിഉഹും. ഹും എന്ന് പറയുമ്പോൾ അവസാനം സാക്കിനായ സുക്കൂനുള്ള മീമ് വന്നിട്ടുണ്ട്. അപ്പോൾ സാക്കിനായ മീമിൻ്റെ ഏത് നിയമം അവിടെ ഉള്ളത്? സാക്കിനായ മീമിന് ശേഷം കാഫ് വന്നിട്ടുണ്ട്. ഞാൻ ഇദ്ഗാം ഷഫവി എന്ന് കേട്ടത്. ഇൽഹാർ ഷഫവിയാണ് അല്ലേ? സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും എന്താണ്? ഇൽഹാർ ഷഫവിയാണ്. മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? ഹും ക. എങ്ങനെ? ഹും ക. അതേപോലെ തന്നെ കൽബുഹും, ആ പദത്തിൻ്റെ ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്? സാക്കിനായ മീമ് വരുന്നുണ്ട്, ശേഷം വാവ് വരുന്നുണ്ട്. സെയിം നിയമം തന്നെ, ഇൽഹാർ ഷഫവി തന്നെ. കാരണം എന്താ? ബാ മീമ അല്ലാത്ത അക്ഷരമാണ് വന്നിരിക്കുന്നത്. നിയമം പറഞ്ഞു നോക്കാം. എങ്ങനെ? മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട വാവ് വന്നിരിക്കുന്നു. സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? അപ്പം ഇങ്ങനെ ഓതുക. ഹും വ. ഹും വ, മണിക്കാതെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്? സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽ 2 അക്ഷരങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? വാവും ഫായും. ചുണ്ട് പൂർണ്ണമായിട്ട് പൂടണം. കൽബുഹും വ. കൽബുഹും വ. കൽബുഹും വ. ചുണ്ട് പൂർണ്ണമായിട്ടും അടയണം മീം ഉച്ചരിക്കുമ്പോൾ. അതേപോലെ തന്നെ ഇനി അടുത്തത് വയഖൂലൂന. വയഖൂലൂന എന്നുള്ളതിൽ 2 മദ് അസ്ലിയാണുള്ളത്. ഏതുപോലെ? നമ്മളെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ സയഖൂലൂന എന്ന് പറഞ്ഞല്ലോ. ഫ ഫ. 2 മദ് അസ്ലി ഉണ്ട് അവിടെ വയഖൂലൂനയിൽ. ഖാഫിലും ലാമിലും. അപ്പോൾ ഓരോരോ അലിഫ് വെച്ച് അവിടെ നീട്ടുക. അടുത്തത് ഹംസത്തുൻ എന്ന് പറയുമ്പം ഹം, മീം സുക്കൂണുള്ള മീം വന്നിട്ടുണ്ട്. ഹം എന്ന് പറയുമ്പം അതിനുശേഷം അക്ഷരം വന്നിരിക്കുന്നത് സീന്. അതും നിയമം എന്ത് തന്നെയാണ്? ഇൽഹാർ ഷഫവി തന്നെ. കാരണം ബാ മീം അല്ലാത്ത അക്ഷരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? ഹംസ. ഹംസ. ഹംസ അല്ല, ഖ. ഹംസ. ഈ ഖ പറയുമ്പോൾ പ്രത്യേകതയാണ്, അതും ഖ എന്ന് പരത്തി പറയരുത്. ഖ. ഹോ എന്നല്ല, ഖ എന്നുമല്ല, ഇടയിൽ ഖ. അപ്പോൾ ഹംസത്തുൻ. ഇനി ഹംസത്തുൻ എന്ന് പറയുമ്പോൾ തായിന് എന്ത് വന്നിട്ടുണ്ട്? ഇരട്ടളമ്മ വന്നിട്ടുണ്ട്, തൻവീനാണ്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാണ്? സീൻ. ഏതാ നിയമം വരിക? തൻവീന് ശേഷം സീ വന്നാൽ ഇഖ്ഫ ആണ് വരിക അല്ലേ?
ഇഖ്ഫ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത്? 15 അക്ഷരങ്ങൾ. ഇഖ്ഫാവ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? മറച്ചു മണിച്ച് ഉച്ചരിക്കണം. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മറച്ചു മണിച്ചതിന് ഉച്ചരിക്കുക? അത് ആദ്യം മണിച്ചിട്ട് പിന്നെ അടുത്ത സീനിലല്ലേ നീട്ടേണ്ടത്? എങ്ങനെ? തുൻസ. എങ്ങനെ മണിക്കരുത്? തുൻസ എന്ന് തൻവീനിനെ വ്യക്തമാക്കരുത്. തുൻസ മറച്ചിട്ട് വേണം ഓതാൻ. അവിടെ നമുക്ക് നിയമം പറഞ്ഞു നോക്കാം. താ തൻവീൻ ഇഖ്ഫ. തൻവീന് ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട സീൻ വന്നിരിക്കുന്നു. തൻവീനിനെ മറച്ചു മണിച്ച് ഓതണം. തുൻസ. ഓക്കെ. അതേപോലെ തന്നെ സീൻ എന്ത് വന്നിട്ടുണ്ട്? മദ് അസ്ലി വന്നിട്ടുണ്ട് അല്ലേ? മദ് അസ്ലി വരാൻ കാരണം എന്താണ്? എവിടെ വന്നിട്ടില്ല? എന്തിനു ശേഷം വന്നിട്ടില്ല? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ശബ്ദമൊന്നും വന്നിട്ടില്ല. ഓക്കെ. അപ്പം സാ എന്നൊരു ലിഫിൻ്റെ അളവ് നീട്ടണം. അടുത്തത് സാദിസുഹും എന്ന് പറയുമ്പം സാദിസുഹും അവിടെയും സാക്കിനായ മീമുണ്ട്. അതിന് ശേഷം അക്ഷരം വന്നിരിക്കുന്നത് കാഫാണ്. എന്ന് നേരത്തെ പറഞ്ഞ നിയമം തന്നെ എന്താ? ഇൽഹാർ ഷഫവിയാണ്. മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? ഹുംക. അവിടെ മണിക്കരുത്. ഹുംക എന്നല്ല, ഹുംക. സ്പീഡ് പറയണം. അതേപോലെ തന്നെ ഇനി അടുത്തത് കൽബുഹും റാ. കൽബുഹും അവിടെയും സാക്കിനായ മീമ് വന്നിട്ടുണ്ട്. ശേഷം റായാണ് വന്നിരിക്കുന്നത്. സെയിം നിയമം തന്നെ. കാരണം എന്തുകൊണ്ട്? ബാ മീം അല്ലാത്ത അക്ഷരം സാക്കിനായ മീമിന് ശേഷം വന്ന ഇൽഹാർ ഷഫവിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പറഞ്ഞാണ്ട് സ്പീഡ് പറയുന്നത്. അപ്പം ഹും റാ. ഓക്കെ. ഇനി റായിന് എന്തുണ്ട്? റാ ഫതഹ വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. എന്നാൽ ഞാൻ ഈ റജ്മൻ, ഈ വാക്ക് റജ്മൻ എന്നുള്ള വാക്കിലാണ് അപ്പോൾ നമ്മൾ നിയമം പറയുന്നത്. റജ്മൻ എന്ന വാക്ക് ഇനി വേറെ ഏതാ നിയമമാണ് ഉള്ളത്? റായിൻ്റെ നിയമം കഴിഞ്ഞാൽ അടുത്ത നിയമം ഏതാ? റജ്മൻ ബിൽ ഗൈബ്. ജീമിന് സുക്കൂം വന്നു കഴിഞ്ഞാൽ കൽക്കലയില്ലേ? കൽക്കലിന്റെ കാര്യം എല്ലാവരും വിട്ടുപോകുന്നുണ്ട് കേട്ടാ. ഖുതുബു ജദ് അല്ലേ? ഖാഫ് ത്വാ ബാ ജീം ദാൽ. ജീമിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ നിയമം പറയാ. ജീം സുക്കൂൻ കൽക്കല, സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. അവിടെ വഖഫിന്റെ അടയാളം അല്ലല്ലോ അത്. ഇല്ല ഇല്ല. ആ മീം നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് വഖഫിന്റെ അടയാളം? ഇത് ഇഖ്ലാബ് ആണെന്ന് അറിയിക്കാനാണ്. വഖഫിന്റെ അടയാളമായ മീം എങ്ങനെ എഴുതുക? നമ്മളന്ന് പറഞ്ഞിരുന്നു. അത് മീം ഇങ്ങനെയാണ് എഴുതുന്നത് എങ്കിൽ അത് ഇഖ്ലാബിൻ്റെ അടയാളമാണ്. മീം ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ അത് വഖഫിൻ്റെ അടയാളമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇപ്പം ഇവിടെ റജ്മൻ എന്നുള്ളിടത്ത് ജീമിന് സുക്കൂൻ കൽക്കല. ആ നിയമം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മീമിന് എന്ത് വന്നിട്ടുണ്ട്? ഇരട്ട ഫതഹ വന്നിട്ടുണ്ട് അല്ലേ? ഇരട്ട ഫതഹിന് ശേഷം ഏതാ അക്ഷരം വന്നിരിക്കുന്നത്? ബാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഖ്ലാബാണ് നിയമം. ഇഖ്ലാബ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ മറിക്കണം? എന്തായിട്ട് മറിക്കണം? മീമായിട്ട് മറിച്ച് മണിച്ചോദണം. അപ്പം എങ്ങനെ നിയമം പറയാ? മീം തൻവീൻ ഇഖ്ലാബ്. തൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാ വന്നിരിക്കുന്നു. അക്ഷരങ്ങളില്ല, ആ ഒറ്റ അക്ഷരം ഉള്ളതുകൊണ്ട് അക്ഷരമായ ബാ വന്നിരിക്കുന്നു. തൻവീനിനെ മീമാക്കി മറിച്ച് മണിച്ചോദണം. എങ്ങനെ? മംബി. എങ്ങനെ ഓതണം? മംബി. എങ്ങനെ പറയരുത്? മൻബി എന്ന് പറയരുത്, മംബി. മംബി എന്ന് പറയണം. ഇനി ബിൽ ഗൈബി. ബിൽ ഗൈബി എന്നതിൻ്റെ തൊട്ട് മുകളിൽ എന്താ കൊടുത്തിരിക്കുന്ന വഖഫിന് അടയാളം? സ്വാദ് ലാം യ എന്ന് പറഞ്ഞ അടയാളം കൊടുത്തിട്ടുണ്ട്. എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? മാഷാ അല്ലാഹ്. നിർത്താനും പറ്റും, നിർത്താതിരിക്കാനും പറ്റും. നിർത്താതിരിക്കലാണ് ഉത്തമം. തൽക്കാലം നമുക്ക് അവിടെ നിർത്താം. എന്തുകൊണ്ട്? ഇപ്പോൾ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. അവിടം വരെ എത്തുമോ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അവിടെ നിർത്തുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? അവിടെ നിർത്തുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പം അടുത്ത് ഒരു മദ്ദിന് ഒരു പുതിയ മദ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഈ അടുത്ത് മദ് മദ് ലീൻ പഠിച്ച ഓർമ്മയുണ്ടോ? ഹുറൂഫുൽ ലീനിന് ശേഷം അന്ന് നമ്മൾ പഠിച്ചത് ഏത് വാക്കായിരുന്നു? റൈബായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ. എന്താണ് ഹുറൂഫുല്ലീൻ? മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? മദ്ദുല്ലീൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? ഹർഫുല്ലീൻ മനസ്സിലാക്കണം. നമ്മൾ ഹുറൂഫുൽ മദ് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തോ വേറെ സാധനമാണ്. മുസ്സലാം. ഹുറൂഫുൽ മദ് എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു സാധനമാണ് ഹുറൂഫുല്ലീൻ. മയമാക്കി ഇതാണ് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. അപ്പോൾ അത് എത്ര ഉണ്ടെന്നാണെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ?
അങ്ങനെ പറഞ്ഞാൽ പരിഗണിക്കത്തില്ല. നമ്മൾ ഹുറൂഫുൽ മദ്ദിൽ അലിഫ് വാവ് യാ എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അതേപോലെ തന്നെ എങ്ങനെ സുക്കൂനുള്ള വാവ് എന്തിനു ശേഷം വരണം? ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാവും ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും. ഏതൊക്കെയാണ്? ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാവുമാണ് ഹുറൂഫുൽ ലീനുകൾ. ഓക്കെ, ഉദാഹരണത്തിന് ഇനി ഒന്നും കൂടെ ഉദാഹരണം എഴുതാം. അത് അടിച്ച് കയറ്റണ്ടേ? ഇവിടെ നോക്കിയേ, ഔഫി റൈബ, രണ്ട് ഉദാഹരണം ഇത് എഴുതിയിട്ടുണ്ട്. ഇതിലോ ഇവിടെ നോക്കിയ സുക്കൂനുള്ള വാവ് വന്നിട്ടുണ്ട്. ആ വാവ് എന്തിനു ശേഷമാണ് വന്നിരിക്കുന്നത്? ഫതഹിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവ്. ഈ ഉദാഹരണത്തിലോ ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. അപ്പോൾ ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നാൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? ഹുറൂഫുൽ ലീൻ എന്ന് പറയുന്നത്. ഈ ഹുറൂഫുൽ ലീനിന് ശേഷം എന്ത് വരണം? സുക്കൂൻ വരണം. അപ്പോഴാണ് എന്ത് വരുന്നത്? മദ്ദുല്ലീൻ വരുന്നത്. ഏതുപോലെ നമ്മൾ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ മദ് വരുന്നത് പോലെ തന്നെ ഹുറൂഫുൽ ലീനിന് ശേഷം സുക്കൂൻ വന്നാലും എന്ത് വരും? മദ് വരും. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ നമ്മൾ പറഞ്ഞില്ലേ മദ് അസ്ലി മാറി മദ് ഫറഈ ആവും എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെയാണ് ഹുറൂഫുൽ ലീനിന് ശേഷം എന്ത് വന്നാൽ? സുക്കൂൻ വന്നാൽ. വെറും ഹുറൂഫുൽ ലീൻ വരുമ്പോൾ മാത്രം നമ്മൾ പരിഗണിക്കില്ല. നമ്മൾ ഹുറൂഫുൽ ലീനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എപ്പോഴാണ്? ഇതേപോലെ അതിന് ശേഷം സുക്കൂൻ വരുമ്പോഴാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഔഫി എന്ന് പറയുമ്പോൾ കസറാണ് വരുന്നത്. പക്ഷേ ഈ ഔഫി എന്ന പദത്തിൽ ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എന്താ ചെയ്യുക? ഫായിന് കസർ മാറിയിട്ട് പിന്നെ എന്തായി മാറും? സുക്കൂനായി മാറും. അങ്ങനെ സുക്കൂനാകുമ്പം ഹുറൂഫുൽ ലീനിന് ശേഷം എന്തായി? സുക്കൂനായി മദ് വരും. അപ്പോൾ എങ്ങനെ നിർത്തിയാൽ പോരാ? ഔഫ് എന്ന് നിർത്തരുത്, ഔഫ് എന്ന് നിർത്തണം. അതേപോലെ തന്നെ റൈബ എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ സുക്കൂൻ വരും. അപ്പോൾ എങ്ങനെ നിർത്തണം? റൈബ്. അപ്പോൾ ഇതിനാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ച ബാക്കി ബിൽ ഗൈബി എന്നുള്ള പദമല്ലേ? ബിൽ ഗൈബി എന്ന പദത്തിൽ ഏത് ഹുറൂഫുൽ ലീനാണ് വന്നിരിക്കുന്നത്? ഫതഹിന് ശേഷമുള്ള സുക്കൂനുള്ള വാവല്ലേ വന്നിരിക്കുന്നത്? സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. അതിനുശേഷം ബായിന് എന്ത് വന്നിട്ടുണ്ട്? വഖഫിൻ്റെ പേരിൽ സുക്കൂൻ വരും. അപ്പം അവിടെ മദ്ദുൽ ലീൻ വരും. ക്ലിയർ അല്ലേ? ഏത്? മദ്ദുൽ ലീന് രണ്ടക്ഷരമേ ഉള്ളൂ. അതിന് സുക്കൂൻ വന്നാൽ മാത്രമേ ഇതാണ് മദ്ദിൻ്റെ അവസ്ഥ വരുള്ളൂ. ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവും ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ. കസറിന് ശേഷം സുക്കൂനുള്ള യാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹുറൂഫുൽ മദ്ദായി. ഇത് ഹുറൂഫുൽ ലീനാണ്. ഓക്കെ, അപ്പം ഇതാണ് ബിൽ ഗൈബി എന്നല്ലേ? അവിടെ വഖഫ് ചെയ്യുമ്പം ഒരു നിയമം. ഇനി രണ്ടാമത്തെ നിയമം ഏതാ? മയമാക്കി വെച്ചിരിക്കുന്നു. വേറൊരു നിയമം കൂടെ അവിടെ വരും. ഏതാ? ബായിന് സുക്കൂൻ വരും. വഖഫിൻ്റെ പേരിൽ ബായിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ ഏത് നിയമം? കുറച്ച് മുമ്പ് നമ്മൾ വിട്ടുപോയ നിയമം ഉണ്ടായിരുന്നില്ലേ? ഞാനല്ല എങ്ങനെ വിട്ടുപോയത്? കൽക്കലയുടെ നിയമം. കുത്തുബ് ജദ്ദിൽ ബ അതിൽപ്പെട്ട അക്ഷരമാണ്. അപ്പോൾ രണ്ട് നിയമങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അവിടം വരെ നോക്കി നോക്കാം. എത്തൂലേ? ഇല്ലെങ്കിൽ നമുക്ക് سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم എത്തും തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. റാബിഉഹും കൽബുഹുമിൻ്റെ അവിടെ വഖഫ് ചെയ്യാം. റാബിഉഹും കൽബുഹും. ഓക്കെ, ഇല്ല ഇവിടെ നിർത്താം. അതോ സാദിസുഹും അല്ലെങ്കിൽ വയക്കുലൂന ഹംസയിൽ നിർത്താം. വയക്കുലൂന ഹംസയിൽ നിർത്തിയിട്ട് പിന്നെ വയക്കുലൂന ഹംസ മുതൽ എടുത്തു പോകണം. ഓക്കെ, സയഖൂലൂന വേറെ കാര്യം, സലാസത്തുന്നായി പോരുത് കേട്ടോ. ഞാനും പറയുമ്പോൾ സാണ് സലാസത്തുമാണ്. സലാസത്തുൻ എന്നായി പോരുത്. സായിൻ്റെ ഫതഹ് അർത്ഥം മാറുന്നു. എകാരത്തിൽ ഓതരുത്, അകാരത്തിൽ ഓതുക. സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസ. അവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ഹായ് ആയിട്ട് നിർത്തണം. ആണെന്താ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം ഹാത്തായാണെങ്കിൽ ഹാ ആക്കി സുക്കൂൻ കൊടുത്ത് വഖഫ് ചെയ്യണം നമ്മൾ പഠിച്ചത്.
ഒന്നും കൂടെ ഓതാം. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. ഒന്നും കൂടെ. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. ആരാ ഓതുക? മുറ മാറാൻ നിങ്ങൾ ആദ്യം പോകുന്നത്. ഒന്നുകൂടെ. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. كلبهم ويقولون ഇല്ല, അവിടെ മണിക്കരുത്. كلبهم ويقولون خمسة. ഒന്നുകൂടെ ഓതിക്കൂ. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു സുക്കൂനുള്ള മീമിന് ശേഷം വാവ് ഫാ വരുമ്പോൾ എന്ത് ചെയ്യണം? ആ മീമ് ഉച്ചരിക്കുമ്പോൾ ചുണ്ട് പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അടുത്ത ആരോ ഓതുക? سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. അടുത്തത്. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. ഒന്നും കൂടെ ഓതിക്കോളി. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. ഓക്കെ, മാഷാ അല്ലാഹ്. അടുത്തത്. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. സലാസ എന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ സലാസ എന്നായിപ്പോയോ? ഓക്കെ, അടുത്ത്. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. സാ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ നാവിൻ്റെ ഇടയിലേക്ക് എന്ത് വരണം? സോറി, പല്ലിൻ്റെ ഇടയിലേക്ക് നാവിൻ്റെ തുമ്പ് വരണം. ഇല്ലെങ്കിൽ പല്ല് തമ്മിൽ ചേർന്നായാൽ സായായി പോവും. ഓക്കെ, ഷബീർ സാഹിബ് നോക്കി. ആദ്യത്തെ സാ ശ്രദ്ധിച്ചു, രണ്ടാമത്തെ സാ പോയി. അതെ. ഓക്കെ, യാസിർ സാഹിബ്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നു. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة. മാഷാ അല്ലാഹ്. ഓക്കെ, ഇനി നമുക്ക് എടുത്തോതുമ്പം വയഖൂലൂന ഖംസത്തുൻ മുതലാണ് എടുത്തോതേണ്ടത്. അവിടെ മുതൽ എവിടം വരെ ഓതണം? ബിൽ ഗൈബിൽ നമുക്ക് വഖഫ് ചെയ്യാം. വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ്. രണ്ട് സ്ഥലത്ത് മണിക്കാനുണ്ട്, അവസാനം നിർത്തുമ്പോൾ നീട്ടി നിർത്തണം. ഒന്നും കൂടെ. ويقولون خمسة سادسهم كلبهم رجما بالغيب. ഗൈബ് നിർത്തരുത്, ഗൈബ്. ഓക്കെ, ഇനി ഓതണോ? ഒന്നും കൂടി. ويقولون خمسة سادسهم كلبهم رجما بالغيب. ഓതിക്കോളി. ويقولون خمسة سادسهم كلبهم رجما بالغيب. ഓക്കെ, അടുത്തത്. ويقولون خمسة ഖംസത്തുൻ അല്ല, خمسة سادسهم كلبهم رجما بالغيب. അങ്ങനെ നിർത്തരുത്. ഗൈബ് എന്ന് ഒറ്റടിക്ക് നിർത്തരുത്. ഗൈബ്. ഒന്നുകൂടെ റജ്മം മുതൽ ഒന്ന് നോക്കിക്കേ. رجما بالغيب. ഓക്കെ. ويقولون خمسة سادسهم. ويقولون خمسة سادسهم كلبهم رجما بالغيب. ഓക്കെ, നിങ്ങൾ ആരും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് തൊണ്ടാദ്യം ആയില്ലേ, ഇടറിയില്ലേ? അപ്പോൾ ഞാനും തന്നെ എന്ത് ചെയ്യാക്കുക, നിസ്കാരത്തിൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും തൊണ്ടയ്ക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ബേക്കുന്ന. ഓക്കെ, യാസർ സാഹിബ്.
ഗൈബ് ഗൈബ്. ഓക്കെ. ശരിക്കും ഈ ഓത്ത് ഫോളോ ചെയ്യുമ്പോഴാണ് ശരിക്ക് ഫലിക്കുക. കെട്ടും ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ ഒന്നും വരില്ലല്ലോ. ശരിക്കും ഓത്ത് ഫോളോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഓതിയ പോലെ ഓതുന്നതിന് തിരക്കേടില്ല. ഈ ഗൈബ് എന്നുള്ള അവിടുത്തെ മദ്ദിനെ എത്ര അളവിൽ നീട്ടണം എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഈ ഒരു നീട്ടലും ഉണ്ട്, ഒരു അലിഫിൻ്റെ അളവ് നീട്ടുന്ന പരിപാടിയുണ്ട്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നീട്ടി ഓതുക, അത് ആ കേൾക്കാൻ രസം. ഓക്കെ. അവിടെ മണിക്കാനുണ്ട്. കൽക്കല കിട്ടിയില്ല. റജ്മ മുതൽ ഗൈബ്. ഓക്കെ. ഹ അല്ല ഹ. സാദിസുഹുംല് മീമ് പൂർത്തിയായിട്ടുണ്ട് അടയണം. അവിടെ മണിക്കണം. റജ്മംബി. അവിടെ നിങ്ങൾ ചുണ്ടടയ്ക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലും. ഒന്നും കൂടെ നോക്കിക്കോളി. മീമ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ചുണ്ട് പൂർത്തിയായിട്ട് അടയിട്ടോ. നിങ്ങൾ ഓതുമ്പോൾ സാദിസുഹും കൽബുഹും എന്നാവുന്നത്. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് പോയിക്കൂടി. സാദിസുഹും, ആ മീമ് പൂർത്തിയായിട്ട് ഉച്ചരിക്കണം. മണിക്കണം. നിങ്ങൾ മണിക്കുമ്പോൾ റജ്മംബി അങ്ങനെയല്ല, റജ്മംബി അവിടെ നമ്മൾ മീമാക്കി മറക്കുകയല്ലേ ചെയ്യുന്നത്. ആ ഓക്കെ. ويقولون خمسة سادسهم كلبهم رجما بالغيب. ഓക്കെ, മാഷാ അല്ലാഹ്. പിന്നെ നിങ്ങളല്ല ആരാ? ويقولون خمسة سادسهم كلبهم. അവിടെ മണിക്കരുത്. സാദിസുഹും അവിടെ മണിക്കാനില്ല. സാദിസുഹും കൽബുഹും. സാദിസുഹും കൽബുഹും റജ്മൻ ബിൽഗൈബ്. ഒന്നും കൂടെ ഓതി സന്തോഷമായി. ഇവിടെ മണിക്കണം. ഇവിടെ ഒന്നും മണിക്കരുത്. പിന്നെ മണിക്കേണ്ടത് ഇവിടെ ഉള്ളൂ. കൽക്കലയോടുകൂടി. ഇനി അടുത്തത്, ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഇതൊന്ന് ആരാ ഓതുക? ജസ്റ്റ് കുൽ റബ്ബി. ഇവിടെ എങ്ങനെ ഓതുക? കുൽ റബ്ബി എങ്ങനെ ഓതുക? ഖുർ റബ്ബി എന്നാണ് ഓതേണ്ടത്. ആ ലാമ് സൈലന്റ് ആണ്. അതിനുമുമ്പ് അതിനുമുമ്പ് ഉണ്ടല്ലേ. ഞാൻ അപ്പത്തിന് കൽബുഹിലൊക്കെ അവിടെ എത്തി. വയക്കൂലൂന ഇപ്പോൾ 2-3 വട്ടം വന്നുല്ലേ. സയക്കൂലൂന വന്നു, വയക്കൂലൂന വന്നു. ഇവിടെ ഇനി അടുത്തതും വയക്കൂലൂനയാണ്. എന്താ നിയമം? 2 മദ് അസ്ലി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ. അവിടെ ഓരോ അലിഫ് വെച്ച് നീട്ടുക, ഖാഫിലും ലാമിലും. വയക്കൂലൂന അവിടെ കൂടുതൽ ഞാൻ പറയുന്നില്ല. അടുത്ത സബ്അത്തുൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നിയമമുണ്ട് സബ്അത്തുൻ എന്നതിൽ? അതിന് ആദ്യം അങ്ങോട്ടും ചാടല്ലേ. കൽക്കല ബാ സുക്കൂൻ, കൽക്കല സുക്കൂനിനെ അമർത്തണം. സബ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ബായും സുക്കൂനില്ലേ, കൽക്കലയല്ലേ. അപ്പോൾ സബ് ബാ സുക്കൂൻ കൽക്കല സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. സബ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? തൻവീനിൻ്റെ നിയമം. തൻവീന് ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? വാവ് അല്ലേ. അപ്പം എന്തായിരിക്കും നിയമം? എൻ്റെ നിയമത്തിൻ്റെ പേര് കേൾക്കണം ആദ്യം. ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാം ബിഗുന്നയ്ക്ക് എത്ര അക്ഷരങ്ങളാ? 4. യാ വാവ് മീം നൂൻ. ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യുക? മണിച്ചു കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതേണ്ടത്? തൂവ. എങ്ങനെ? തൂവ. സബ്അതൂവ. ഓക്കെ. ഇനി അടുത്തത്
സാമീനു എന്നുള്ളിടത്ത് സായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട് അല്ലേ? സാ മദ് അസ്ലി, മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹറൂഫിൽ മദ്ദിന് ശേഷം ഹംസ സുക്കൂന് ശബ്ദ വന്നിട്ടില്ല, ഒരു എലിഫിൻ്റെ അളവ് നിട്ടിടണം സാ. ഇനി താമിനുഹും കൽബുഹും, ഹും ക, അവിടെ എന്തുണ്ട്? സാക്കിനായ മീമിന് ശേഷം കാപ്പ് വന്നിരിക്കുന്നു. ഏതാ നിയമം? ഇൽഹാർ ഷഫി. ഇന്നിപ്പോൾ കുറേ ഇൽഹാർ ഷഫി വന്നിട്ടുണ്ട്. ഓക്കെ, സാക്കിനായ മീമിന് ശേഷം ബാ മീമി അല്ലാത്ത അക്ഷരമാണെങ്കിൽ ഇൽഹാർ ഷഫവി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? മറച്ച് മണിച്ചോദണ്ടേ? പിന്നെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അപ്പം എങ്ങനെ? കൽബുഹു അല്ലല്ലോ ഉള്ള വിഷയം. ഹും ക, സാമിനു ഹും ക. ഓക്കെ, ഹും ക. ഇനി അതുപോലെ തന്നെ കൽബുഹും അല്ലേ? കൽബുഹും, അവിടെ നമുക്ക് ഒരു അടയാളം കാണുന്നുണ്ട് വഖഫിൻ്റെ. ഏതാ അടയാളം? ജീമാണ് കാണുന്നത് അല്ലേ? ജീമിൽ എന്താ പ്രത്യേകത? 50-50 ആണ്, 20-20 അല്ല. ജീമുള്ളിടത്ത് എന്താണ്? നിർത്താനും നിർത്താതിരിക്കാനും പറ്റും, രണ്ടിനും ഒരേ സ്ഥാനം. തൽക്കാലം നമുക്ക് അവിടെ നിർത്താം. അപ്പം അവിടം വരെ ഒന്ന് ഓതണ്ടേ? വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. ഒന്നും കൂടെ. വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. ഒന്ന് ഒതുക്കോളി. അതിന് ഒതുപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. ഒന്ന് ഒതുപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് എല്ലാവരും ഒതുക്കും. ഞാൻ ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്തത് ഖുർ റബ്ബി. പറഞ്ഞോളൂ. 7-ന് ശേഷമാണ് വാവ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? 8-നല്ല, 7-ന് മുകളിലോട്ട്. 7-ന് മുകളിലോട്ട്. അതാണ് 8 മുതൽ അങ്ങോട്ട്. 8-ന് മാത്രമല്ല, 8 മുതൽ മുകളിലോട്ടുള്ളതിന് പറയുന്നതാണ്. വിഷയം എന്താ മനസ്സിലായോ? ഇപ്പം ഇതാണ് ഈ ആയത്തിൽ നോക്കിയ പല എണ്ണങ്ങൾ പറയുന്നുണ്ട്. ആദ്യം എന്ത് പറഞ്ഞു? സലാസത്തുർ റാബിഉഹും. അവിടെ സലാസത്തുൻ വ റാബിഉഹും എന്നല്ല, വാവ് ഇടയിൽ വാവ് പറഞ്ഞിട്ടില്ല. സലാസത്തുൻ കഴിഞ്ഞതിന് ശേഷം നേരെ റാബിയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഹംസത്തുൻ സാദിസു നോക്കിയേ, ഹംസത്തുൻ വ സാദിസു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? 5, 6 ആണ് അവിടെ എണ്ണം. 5, 6 ഹംസത്തുൻ സാദിസു. അത് കഴിഞ്ഞിട്ട് പിന്നെ വയഖൂലൂന സബ്അത്തുൻ കഴിഞ്ഞിട്ട് സബ്അത്തുൻ സാമിനുഹു എന്നല്ല പറഞ്ഞത്. അവിടെ എന്ത് പറഞ്ഞു? വ സാമിനു. അപ്പം 7-ന് മുകളിലോട്ടുള്ള സംഖ്യ, അതായത് 8 മുതലുള്ള സംഖ്യ പറയുമ്പം ഇതേപോലെ വാവ് ചേർക്കുന്നതാണ് പല സ്ഥലങ്ങളിലും. ഓക്കെ, അത് നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നീ അതിനെതിരെ കണ്ട ഞാൻ എൻ്റെ കൊങ്ങാക്കി പിടിക്കരുത്. അതിനെതിരെ കണ്ട എൻ്റെ കൊങ്ങാക്കി പിടിക്കരുത്. ഓക്കെ, നമ്മളെ വിഷയം അതല്ല, നമ്മളെ വിഷയം തജ്വീദാണ്. അതുകൊണ്ട് അതിലേക്ക് പോവാം. അടുത്തത് അതിന് വേറെ ക്ലാസ് ഉണ്ട്, പ്രത്യേകം ഫീസ്. അല്ല, അടുത്തത് മറ്റേ കഫിൻ്റെ ക്ലാസ് അല്ലേ ഇത്? കഫ് കഴിഞ്ഞു ഫുള്ള്? ഓ മാഷാ അല്ലാഹ്. ഹുജറാത്തിലെ എന്താ ഹുജറാത്ത് പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? മാത്രമല്ല ഇസ്തിവാൽ മുഫസ്സലിലെ ഫസ്റ്റ് സൂറത്തുമാണ്. മുഫസ്സലിലെ അത് 2 അഭിപ്രായമുണ്ട്. അതിൽ തുടങ്ങുന്നത് ഒടുങ്ങുന്നതിലും വ്യത്യാസമുണ്ട്. ഹുജറാത്ത് മുതലാണെന്ന് ഉള്ളതുകൊണ്ട് ഖാഫ് മുതലാണെന്നുണ്ട്. അതിലെ ഓരോ എൻഡിങ്ങിലും വിഷയം വരുന്നുണ്ട്. തിവാലു മുഫസ്സൽ എവിടെ അവസാനിക്കുന്നു എന്ന വിഷയത്തിലും വ്യത്യാസം. പിന്നെ ഓക്കെ, അപ്പോൾ ഇനി ആ വിഷയം വെച്ചാൽ ഖുർ റബ്ബിയിലാണ് നമ്മൾ അടുത്ത വിഷയം. ഖുർ റബ്ബിയിൽ ഇടയിൽ ലാമ് കാണുന്നുണ്ട്, പക്ഷെ ആ ലാമിനെ അവിടെ ഉച്ചാരണത്തിൽ വരത്തില്ല. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ മുമ്പ് ഇതൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇദ്ഗാമ് തന്നെ പല ഇതുണ്ട്. ഇദ്ഗാമിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ? ഒരു അക്ഷരത്തെ മറ്റൊരക്ഷരത്തോട് കൂട്ടിച്ചേർക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നമ്മൾ പിന്നെ സാക്കിനായ നൂനിൻ്റെയും സാക്കിനായ മീമിൻ്റെയും നിയമങ്ങളിൽ ഇദ്ഗാമ് പഠിച്ചു എന്ന് മാത്രം. അതല്ലാത്ത ഇദ്ഗാമുകളും വേറെയുണ്ട്. ഓക്കെ,
പറയുകയാണെങ്കിൽ 3 തരം ഇദ്ഗാമുണ്ട്. ഒന്ന് ഇദ്ഗാം മുത്തമാസിലൈൻ, പിന്നെ മുത്തഖാരിബൈൻ, മുത്തജാനിസൈൻ. അത് ഞാൻ പേര് തൽക്കാലം പറയുന്നില്ല. നമ്മൾ ഇത്രയും നാൾ പരിചയപ്പെട്ട മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇദ്ഗാം ഏതായിരുന്നു? ഒരേപോലെയുള്ള 2 അക്ഷരങ്ങൾ വരികയും അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തും ആണെങ്കിൽ എന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. ഏതുപോലെ നമ്മൾ സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ എന്താ നിയമം? സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ഷഫവി അല്ലേ? അവിടെ ഇതന്നെയാണ് സംഭവിക്കുന്നത്. ഒരേപോലെ 2 അക്ഷരങ്ങളാണ്, 2 മീമല്ലേ വരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനുമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഇതിപ്പോൾ നമുക്ക് ഇദ്ഗാം ഷഫവി എന്ന് പറയുന്നതിനോട് കൂടി തന്നെ എന്തും പറയാം, ഇദ്ഗാം മുത്തമാസിലൈൻ എന്ന് പറയാം. കാരണം ഒരേപോലെ 2 അക്ഷരങ്ങളായതുകൊണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരേ അക്ഷരമല്ല, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ, പക്ഷേ ആ 2 അക്ഷരങ്ങൾ ഒരുപോലെ. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ത ദാൽ ത്വ, ഈ മൂന്ന് അക്ഷരങ്ങളല്ലേ? ത ദാൽ ത്വ 3 അക്ഷരങ്ങളാണ്. പക്ഷെ ആ 3 ഒരേ സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത്. അതിന് സിഫത്തുകൾ, വിശേഷണങ്ങൾ വ്യത്യാസമുണ്ടെന്ന് പറയും. ഇതേപോലെ ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ അടുപ്പിച്ച് വരികയും ആദ്യത്തെ അക്ഷരം സുക്കൂനാകുകയും ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോഴും ഇദ്ഗാം ചെയ്യും. ഓക്കെ. ഇനി ഇതല്ലാത്ത വേറൊരു ഇതിന് ഇദ്ഗാം എന്തെന്ന് പറയാ? മുത്തജാനിസൈൻ എന്ന് പറയാം. ജിൻസ് ഒത്തത്. ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗം എന്നാണ് ജിൻസിന് പറയുക. വർഗോത്താണ്. എന്തുകൊണ്ട് വർഗോത്ത് എന്ന് പറഞ്ഞു? ഈ 3 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ മഖ്റജിൽ നിന്ന് ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നു. ആ 3 അക്ഷരങ്ങൾ ഒരു ഉമ്മ പറ്റ മക്കൾ തന്നെയല്ലേ? അപ്പോൾ അതുകൊണ്ട് ജിൻസ് ഒത്തത് എന്ന് പറയുന്നത്, അത് വർഗോത്തത്. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോളൂ. അങ്ങനെ കുറേ ഉണ്ട്. ത 3 ഒരേ അക്ഷരം ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ജിൻസ് ഒത്തതെന്ന് മനസ്സിലാക്കിയാൽ മതി. ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗം. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ രണ്ട് ഇദ്ഗാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഇദ്ഗാം മുത്തമാസിലൈൻ എന്ന് പറഞ്ഞു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്താ സംഭവിക്കുന്നത്? 2 ഒരേ അക്ഷരമായിരിക്കും. 2 ഒരേ അക്ഷരമാകുമ്പോൾ എന്തായാലും ഒരേ മഖ്റജാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. മറ്റേതെന്താ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞത് ഒരേ അക്ഷരമല്ല, പക്ഷേ ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന സ്ഥലം ഒന്ന് തന്നെയാണ്. അതിൻ്റെ വിശേഷണങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള 2 അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുന്നതിന് മുത്തജാനിസൈൻ എന്ന് പറയും. ഇത് രണ്ടും അല്ലാത്ത മറ്റൊന്നുണ്ട്. അഥവാ മഖ്റജുകളും ഒന്നല്ല, മഖ്റജുകളും വേറെ തന്നെയാണ്, പക്ഷേ അടുത്തടുത്ത മഖ്റജാണ്. അങ്ങനെയാണ് ഇവിടെ ലാമും റായും. ലാമിൻ്റെയും റായിൻ്റെയും മഖ്റജ് ഒന്നല്ല, ഒരേ അക്ഷരമല്ല. എന്തായാലും ഒരേ അക്ഷരമാണോ? ലാമും റായും വേറെ വേറെ അക്ഷരമാണ്. 2ൻ്റെ മഖ്റജും ഒന്നല്ല. നമ്മൾ മഖ്റജ് പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. ഓക്കെ. 2ൻ്റെ മഖ്റജും ഒന്നല്ല, പക്ഷേ ഈ 2ൻ്റെയും മഖ്റജ് അടുത്തടുത്താണ്. ലാം റാ, നിങ്ങൾ നാക്ക് വെച്ച് നോക്കിയേ, ലാമും റായും പറയുന്നത് നോക്കിയേ. ലാം റാ ചെറിയൊരു നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ട വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ അടുത്തടുത്ത മഖ്റജുള്ള 2 അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് എന്താണ് ഹർക്കത്തും ആവുമ്പോൾ എന്ത് ചെയ്യും? ആ സുക്കൂനുള്ള അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യും. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഇദ്ഗാം മുത്തഖാരിബൈൻ എന്ന് പറയും. ഖുർബ് എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പത്തിനാണ് പറയുക. ഖുർബ്. കരീബ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തെന്നൊക്കെ അർത്ഥം. കരീബ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ അതിനാണ് മുത്തഖാരിബൈൻ എന്ന് പറയാം. അല്ലേ? ഇവിടെ ഇങ്ങനെ ഇവിടെ ഇദ്ഗാം ബിലാഗുന്നക്ക് നമ്മൾ എന്തിനു ശേഷം വന്നാൽ ഇദ്ഗാം ബിലാഗുന്നയാകുന്നത്? സാക്കിനായ നൂൻ തൻവീന് ശേഷമല്ലേ? ഇവിടെ സാക്കിനായ നൂനുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇദ്ഗാം സാക്കിനായ നൂനിൻ്റെയും സാക്കിനായ മീമിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് പഠിച്ചത്. അത് ഇദ്ഗാമിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാത്ത ഇദ്ഗാമുകളും ഉണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഇദ്ഗാം ഏത് ഇദ്ഗാമെന്നറിയോ? ഇദ്ഗാം മുത്തഖാരിബൈൻ. അത് ഇത്ര മനസ്സിലാക്കി. എന്ത്? ഖുർബുള്ളത്, അടുത്തടുത്ത മഖ്റജാണ്. ഒരേ അക്ഷരമല്ല, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമല്ല, പിന്നെയോ അടുത്തടുത്ത മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന ഓക്കെ അയലോക്കക്കാരാണ്. അതന്നെ, അയലോക്കക്കാരാണ്. കറക്റ്റ്. ഓക്കെ. മുത്തമാസിലൈൻ, മുത്തജാനിസൈൻ, മുത്തഖാരിബൈൻ. ഇപ്പം തൽക്കാലം എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ ഈ അറബി ഖുർആനിൻ്റെ ഒരു പ്രത്യേകത അറിയോ? അറബി ഖുർആനിൽ ഇതാണ്, ഏതെങ്കിലും അക്ഷരത്തിന് സുക്കൂനിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇൽഹാർ വ്യക്തമാക്കി ഓതേണ്ട അക്ഷരമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇദ്ഗാം ചെയ്യേണ്ടത്, ഇഖ്ഫാ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള അക്ഷരങ്ങൾക്കൊന്നും എന്ത് കിട്ടൂല? സുക്കൂൻ പ്രത്യേകം ഇട്ട് കൊടുക്കില്ല. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ച് നോക്കിയേ. ഇദ്ഗാം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇൽഹാർ ഉള്ളിടത്താണ് സുക്കൂൻ കൊടുക്കുക. ഇൽഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ച ഇൽഹാർ മാത്രമല്ല, വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും അക്ഷരം എടുത്തോളി. ഉദാഹരണത്തിന് ഇവിടെ മിൻ ആയത്തിൽ നമ്മൾ ഇൽഹാറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നൂന്. അതല്ലാതെ വേറെ ഏത് അക്ഷരത്തിന് സുക്കൂൻ വന്നെടുത്ത് നോക്കിക്കോളി. യൗമിൻ,
യൗമിൻ എന്നുള്ള വാവിന് സുക്കൂനുണ്ട്, നമ്മൾ അതിനെ ആ സുക്കൂനെ ഉച്ചരിക്കുന്നുണ്ട് പ്രത്യേകം, യൗ എന്ന് പ്രത്യേകം ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഖുറാനിൻ്റെ മാത്രം, അറബി ഖുറാനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇൽഹാർ വ്യക്തമാക്കി ഓതേണ്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, സുക്കൂന് പ്രത്യേകം ഇട്ട് കൊടുക്കും. എന്നാൽ ഇദ്ഗാം ചെയ്യുക ഇഖ്ഫാ ചെയ്യേണ്ട സമയങ്ങളിൽ സുക്കൂൻ ഇട്ട് കൊടുക്കൂല. ഇവിടെ നോക്കിയ ഖുർ റബ്ബി എന്നതിൽ ലാമിന് സുക്കൂൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ലാമിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം, ഒരു അക്ഷരത്തിന് ഒരു ഹർക്കത്ത് ഇട്ടില്ലായെങ്കിൽ സുക്കൂനാണെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ഇവിടെ സുക്കൂന് പ്രത്യേകം ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം, ഇവിടെ ലാമിനെ പ്രത്യേകം സുക്കൂൻ കൊടുത്ത് ഉച്ചരിക്കരുത്, ഖുൽ റബ്ബി എന്ന് ഉച്ചരിക്കരുത്. മറിച്ച് അതിനെന്താ ചെയ്യേണ്ടത്, ഇദ്ഗാം ചെയ്ത് റായിലേക്ക് ചേർത്ത് ഖുർ റബ്ബി എന്ന് ഉച്ചരിക്കണം. ഇതേപോലെ തന്നെയാണ് ബൽ റഫഅഹു എന്ന് വരും ഖുറാനിൽ. അവിടെ നമ്മളെങ്ങനെ ഓതുക, ബർ റഫഅഹു എന്നാ ഓതുക. എന്നാൽ ഒരു സ്ഥലം മാത്രമാണ് ഖുറാൻ ഇതിൽ നിന്ന് ഒഴിവുള്ളത്. നമ്മളിപ്പോൾ നിയമം പറഞ്ഞല്ലോ, ലാമു റായി അടുത്തടുത്ത് വരികയും ആയത്ത് ലാമിന് സുക്കൂം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വിഷയം വരും. അതായത് അടുത്തടുത്ത മഖ്റജിലുള്ള 2 അക്ഷരങ്ങൾ വന്നു എന്നുള്ള വിഷയം വരുമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ സ്ഥലങ്ങളിൽ ഇദ്ഗാം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഖുറാനിൽ ഒരു സ്ഥലത്ത് അങ്ങനെ ഇദ്ഗാം ചെയ്യത്തില്ല. എവിടെയെന്നറിയോ, നമ്മൾ കല്ലാ ബൽ റാന, നിങ്ങൾ കല്ലാ ബൽ റാന എന്നുള്ളിടത്ത് നമ്മളവിടെ സക്ത ചെയ്യുക. കല്ലാ ബൽ കല്ലാ ബൽ എന്ന് നിർത്തി കുറച്ച് ശ്വാസം അടക്കി പിടിച്ചിട്ട് റാന എന്ന് ഓതും. അങ്ങനെ സ്പീഡിൽ ഓതരുത്, കല്ലാ ബൽ റാന എന്ന് ഓതരുത്. യഥാർത്ഥത്തിൽ അവിടെ നിയമം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഓതേണ്ടതാണ്, കല്ലാ ബർ റാന എന്ന് ഓതേണ്ടതാണ്. ഏതുപോലെ ഖുർ റബ്ബി എന്ന് ഓതുന്ന പോലെ അങ്ങനെ ഓതേണ്ടതാണ്. പക്ഷേ കല്ലാ ബൽ റാനയിൽ അങ്ങനെ ഓതൂല. അവിടെ എങ്ങനെ ഓതേണ്ടത്, കല്ലാ ബൽ എന്ന് കുറച്ച് നിർത്തി റാന എന്ന് ഓതണം. അതിന് സക്ത എന്ന് പറയും. സക്തയും ഇദ്ഗാമും തമ്മിൽ ചേരാത്ത സാധനങ്ങളാണ്. ഇദ്ഗാം ഉള്ളിടത്ത് സക്ത ഉണ്ടാവില്ല, സക്തയുള്ളിടത്ത് ഇദ്ഗാം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സക്ത ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇദ്ഗാം ചെയ്യാനുള്ള നിവർത്തിയില്ല. അർത്ഥം മാറുന്നല്ല, നമ്മളല്ലേ ഈ ഖുറാനിൻ്റെ ഓതലുകളെല്ലാം നമ്മൾ കേട്ട് വന്നിട്ടില്ല. എങ്ങനെയാണോ അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ഓതി കൊടുത്തത്, അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിതങ്ങൾക്ക് ഓതി കൊടുത്തു, നബിതങ്ങൾ സഹാബത്തിന് ഓതി കൊടുത്തു. അങ്ങനെയുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് അർത്ഥത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കല്ല ബർ റാന എന്ന് ഓതിയാലോ ബൽ റാന ഓതിയാലോ അർത്ഥത്തിന് യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. പക്ഷേ ഓതേണ്ടത് ബൽ റാന എന്നാണ് അവിടെ ഓതേണ്ടത്. ഓക്കെ, കുറച്ച് ലോങ്ങായി പോയി തോന്നുന്നല്ലേ. അപ്പം ഇത്രയും അതേ ഒരു നിയമം അതിൻ്റെ താഴെ വരുന്നുണ്ട്, റാൻ്റെ അത് നമ്മളിപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതല്ല ഈ താഴെ ഇതാ റബ്ബക്ക. അവിടെ നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് പറഞ്ഞില്ലേ, ഇത് മുത്തമാസിലേ, അത് നമ്മൾ അവിടെ നമുക്ക് ഇൻഷാ പറയാം. ഒരേപോലത്തെ 2 അക്ഷരം വരികയും ആയത്തെ അക്ഷരത്തിന് സുക്കൂൻ വരികയും ചെയ്യുമ്പം. ഇപ്പം നമ്മളെപ്പോഴും പറഞ്ഞിരുന്നു, ഇദ്ഗാം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആയത്തെ അക്ഷരത്തിന് ഒരു പ്രസക്തിയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ലാമിനെ നമ്മൾ റായിലേക്ക് ഇദ്ഗാം ചെയ്തിരിക്കുകയാണ്, ലാമിന് പ്രസക്തിയില്ല. ലാമിന് പ്രസക്തിയില്ല എന്ന് മാത്രമല്ല, ആ ഏത് അക്ഷരത്തോടാണ് ചേർത്തത്, രണ്ടാമത്തെ അക്ഷരത്തിന് ബലം കിട്ടി, ശക്തി കൂടുതൽ കിട്ടി, ഷദ്ദു വന്നു. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഖുർ റബ്ബി എന്ന് പറയേണ്ടത്. മനസ്സിലായിക്കണോ? ഓക്കെ, ക്ലിയർ. ഇത്രയും മനസ്സിലാക്കിയാൽ ഇവിടെ ഇദ്ഗാം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് ഏത് ഇദ്ഗാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയാലും കുഴപ്പം. ഇത് പലവട്ടം നമുക്ക് എന്ത് ചെയ്യാണ്, വരുമ്പം ആവർത്തിച്ച് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുക്കാം, പിന്നെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ എങ്ങനെ ഓതണം, ഖുർ റബ്ബി എന്ന് ഓതണം. അപ്പോൾ റായിന് ഫതഹ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം, കലപ്പിക്കണം. ഓക്കെ, ഇനി അടുത്തത് റബ്ബി എന്ന് പറയുമ്പോൾ ബായിന് എന്തുണ്ട്, അവിടെ ഒരു അൽഫ് നീട്ടാണ്, നമുക്ക് നോക്കാം എത്ര അൽഫ് നീട്ടണം എന്നുള്ളത്. ബായിന് എന്ത് വന്നിട്ടുണ്ട്, ഹർഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ, കസറിന് ശേഷം സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. അതിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ, ഹംസ വന്നു കഴിഞ്ഞാൽ എന്ത് ഒരു അൽഫ് നീട്ടിയാൽ മതിയോ, ഇല്ല. അപ്പോൾ അത് ഫറഇയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, മദ്ദിൻ്റെ അടയാളം വരുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കുക. മദ്ദിൻ്റെ അടയാളം പ്രത്യേകം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അവിടെ അല്ലേ, അതുള്ളിടത്തൊക്കെ മദ് ഫറഇ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ്, ബായിലുള്ള മദ് അസ്ലിയാണോ, മദ് അസ്ലിയാണോ, മദ് ഫറഇയാണ്. എന്തുകൊണ്ട്, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നു. ഹംസയെ സുക്കൂന് ശബ്ദ വന്നാലൊക്കെ മദ് ഫറഇയാവും. ഇവിടെ ഹംസയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര അലിഫ് നീട്ടണം, ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടുക എന്നുള്ള അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലപോലെ നീട്ടുക. ഖുർ റബ്ബി ആ, എങ്ങനെ, ഖുർ റബ്ബി ആ. ഇനി അഅലമുയിൽ പ്രത്യേകിച്ച് നിയമം എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അതിന് ശ്രദ്ധിച്ചാൽ മതി, കൽക്കല ചെയ്യാതെ അഅലമു എന്ന് ഓതിയാൽ മതി. ഇനി ബിഇദ്ദതിഹിമ്മ, ഹിം അവിടെ സാക്കിനായ മീമ് വന്നിട്ടുണ്ട്,
അതിന് ശേഷം വന്നിരിക്കുന്നത് എന്ത് തന്നെയാണ്? മീം തന്നെയാണ്. ഏതാ നിയമം? അവിടെ സാക്കിനായ മീമിന് ശേഷം മീം വന്ന നിയമം ഇദ്ഗാം ഷഫവിയാണ്. അതിനോട് കൂടി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ഗാം മുത്തമാസിലൈനുമാണ്. അഥവാ ഒരേപോലത്തെ 2 അക്ഷരം ആയതുകൊണ്ട് തൽക്കാലം വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ നിയമം പറയാ? മീം സാക്കിൻ ഇദ്ഗാം ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇദ്ഗാം ഷഫവിയുടെ എത്ര അക്ഷരങ്ങളിൽപ്പെട്ട? അക്ഷരമായ ഇദ്ഗാം ഷഫവിയുടെ അക്ഷരമായ മീമ് വന്നിരിക്കുന്നു. എന്താ ചെയ്യേണ്ടത്? സാക്കിനായ മീമിനെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? ഹിമ്മ. എങ്ങനെ? ഹിമ്മ. അതേപോലെ തന്നെ മീമിന് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട് അല്ലേ? അപ്പോൾ അലിഫ് നീട്ടണം. ഹിമ്മ. ഇനി യഅലമുഹും ഇ, അവിടെയും ഹും ഇ വരുന്നുണ്ട്. സാക്കിനായ മീമിന് ശേഷം ഹംസ വരുന്നുണ്ട്. എന്താ നിയമം? ഇൽഹാർ ഷഫവിയാണ്. ഓക്കെ അല്ലേ? ഇൽഹാർ ഷഫിയാണ്. എന്തുകൊണ്ട് ഇൽഹാർ ഷഫി? നുഷാ സാഹിബ് എവിടെയെന്ന് കണ്ടോ? മീമിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ഏതൊക്കെ അക്ഷരങ്ങൾ ഒഴിവാക്കിയാലാണ് ഇൽഹാർ ഷഫി ആകുന്നത്? ബാ മീം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, വേറെ എവിടേക്കോ നാട്ടിലൊക്കെ തിങ്ങുന്നുണ്ട്. ഹും ഇ അല്ലേ? ഇനി ഇല്ല എന്നുള്ള സ്ഥലത്ത് എന്തുണ്ട്? മദ്ദാസ്ലി ഉണ്ട്. ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. ഇല്ല. ഇനി ഖലീലുൻ എന്നില്ലേ? ഖലീലുൻ. അവിടെ നമുക്ക് അവിടെ ഒരു ഖാഫ് ലാം യാ എന്ന് പറഞ്ഞിട്ടൊരു അടയാളം കൊടുക്കുന്നുണ്ട്, വഖഫിൻ്റെ അടയാളം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേണമെങ്കിൽ ആക്കാം, അത് കഴിഞ്ഞിട്ടാണ് കേൾക്കേണ്ടത്. നിർത്താനും നിർത്താതിരിക്കാനും അനുവാദമുണ്ട്. നിർത്തലാണ് ഉത്തമം. ഏതിനെതിരാണ്? സ്വാദ് ലാം യായിന് നേരെ ഓപ്പോസിറ്റ്. സ്വാദ് ലാം യായിൽ നിർത്താനും നിർത്താതിരിക്കാൻ അനുവാദമുണ്ട്, പക്ഷെ നിർത്താതിരിക്കലാണ് ഉത്തമം. ഇവിടെ നിർത്തലാണ് ഉത്തമം. ഇവിടെ നമുക്ക് ഉത്തമത്തിന് എന്ത് ചെയ്യാം? പരിഗണിച്ച് അവിടെ നിർത്താം. പക്ഷെ അവിടെ നിർത്തുമ്പോൾ വേറൊരു വിഷയം വരും. ഖലീലുൻ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കൊടുത്ത് വഖഫ് ചെയ്യണം. അങ്ങനെ സുക്കൂൻ കൊടുക്കുമ്പം ഇവിടെ ഏത് മദ് വരും? മദ് ഫറഈ വരും. എന്തുകൊണ്ട്? ഖലീ എന്നുള്ളിടത്ത് ഹറൂഫുൽ മദ് ഉണ്ട്. അതിന് ശേഷമുള്ള അക്ഷരത്തിന് നമ്മൾ വഖഫിൻ്റെ പേരിൽ സുക്കൂൻ കൊടുക്കുന്നു. അപ്പോൾ ഹറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? മദ് ഫറഈ. ഇത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിർത്തരുത്, നീട്ടി നിർത്തണം. ഖലീൽ. അപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് ഓതി വെക്കാം. ഖുർ റബ്ബി. അങ്ങനെ അവിടെ ഈ റായിന് ശബ്ദം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി വിടരുത്. ഇപ്പോൾ ബിസ്മില്ലാഹി എന്ന് വണ്ടി, അതിന് പറയും തക്രാർ എന്ന് പറയും. ആ മഖ്റജിലേക്ക് എന്ത് ചെയ്യും? നാവ് വൈബ്രേഷൻ ചെയ്യാൻ പാടില്ല. ടക്ക് ടക്ക് എടുക്കണം. ഖുർ റബ്ബിയാണ്, അല്ലാതെ ഖുർ എന്നുള്ള ആ ടക്ക് ടക്ക് അടിക്കുന്ന സൗണ്ട് വരരുത്. ഓക്കെ, അപ്പം എങ്ങനെ ഓതണം? ഖുർ റബ്ബീന ഓതേണ്ടത്. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഒന്നുകൂടെ. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഒന്നുകൂടി. ഖുൽ റബ്ബി ഇല്ല കേട്ടോ. ഖുർ റബ്ബി. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഓതിക്കോളി. ഓക്കെ. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഓക്കെ, മാഷാ അല്ലാഹ്. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. നിങ്ങൾ മുടിക്ക് പെയിൻ്റ് അടിക്കലുണ്ടോ? അതെ, ചോദിച്ചാ മുമ്പ് കണ്ട ചെറിയ വ്യത്യാസമുള്ള പോലെ തോന്നുന്നു. മറ്റേ ഒരു വിറക്കുന്ന പരിപാടിയില്ല, അതുണ്ട്. ബി ഇദ്ദത്തി അല്ല, ബി ഐൻ, ബി ഇദ്ദത്തി.
ചൊറുക്ക് കൂടി അത് ഈമാൻ്റെ പ്രകാശമാണോ ഇനി വേറെ അത് കൊടു അള്ളാഹ് അക്ഷരങ്ങൾക്കൊന്നും ജീവനില്ല. 2 ഐനും ഒരു കാഫും വരുന്നുണ്ട്. ഒന്നും കൂടെ ഐൻ വരുന്ന സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിമ്മ ഈ ജീവൻ കിട്ടണം. ഇല്ല കലീലല്ല, ആ ഐനും കാഫും. أعلم بعدتهم ما يعلمهم إلا قليل. ഓക്കെ, ഇനി അടുത്തത് ഫലാ തുമാരി. ഫല എന്നുള്ളടത്ത് എന്തുണ്ട്? ലാമില് മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫിന്റെ അളവ് നീട്ടണം അല്ലേ? ഫല. തുമാരി എന്ന് പറയുമ്പോൾ മീമിന് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫിന്റെ അളവ് നീട്ടണം. റായിന് എന്താ ഹർക്കത്ത് വന്നിരിക്കുന്നത്? കസർ. അതുകൊണ്ട് എന്ത് ചെയ്യണം? റായിനെ ലഘുവാക്കണം. ഫലാ തുമാരി. അവിടെ നീട്ടരുത്, ഫലാ തുമാരി നീട്ടരുത്. ചില ആൾക്കാർ അങ്ങനെ ഓതലുണ്ട്, ഫലാ തുമാരി ഫീഹിം. തുമാരി ഫീഹിയാണ്, തുമാരി ഫീഹിം. ഇനി ഫീഹിം എന്നുള്ളിടത്ത് അങ്ങനെ ഓതരുന്ന് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ മനസ്സിൽ വരുമെന്ന് അറിയില്ല. ഇതല്ല ഒരു ഇതല്ലേ, എന്താ ഈ മരുന്ന് കുടിക്കുമ്പം കുരങ്ങൻ്റെ വാല് ഓർക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അറിയാതെ ഓർമ്മ വരും. ഉണ്ടാതെ പോയ പ്രശ്നമല്ല. ഓക്കെ, ഫീഹിം എന്നിടത്ത് എന്തുണ്ട്? ഫായിന് മദ് അസ്ലി ഉണ്ട് അല്ലേ? ഫീ എന്ന് പറയുമ്പം മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫിൻ്റെ അളവ് കിട്ടണം. ഫീഹിം ഇല്ല. സാക്കിനായ മീമിന് ശേഷം ഹംസ വന്നു, ഇന്ന് കുറേ വന്നതാണ്. എന്താ നിയമം? ഇൽഹാർ ഷഫവി മണിക്കാതെ വ്യക്തമാക്കി ഓതുക. ഹിം ഇ. ഇല്ല എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? ലാമിന് മദ് അസ്ലി ഉണ്ട്. ഇല്ല. ക്ലിയർ അല്ലേ? ഇല്ല. ഇനി മിറാ അൻ. അവിടെ റായിന് എന്തുണ്ട്? ഫതഹ് വന്നിട്ടുണ്ട്. റായിന് എന്ത് ചെയ്യണം? കനപ്പിക്കണം. അതിനോട് കൂടി റായിന് എന്ത് വന്നിട്ടുണ്ട്? ഹുറൂഫിൽ മദ് വന്നിട്ടില്ലേ? റാ. അതിനുശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? ഹംസ. അപ്പം മദ് അസ്ലിയോ മദ് ഫറഇയോ? മദ് ഫറഇയാണ്. അപ്പം എങ്ങനെ നമ്മൾ പറയാ? റാ മദ് ഫറഇ. ഹർഫ് മദ്ദിന് ശേഷം ഹംസ വന്നിരിക്കുന്നു, ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം. അപ്പം എങ്ങനെ? മിറാ അൻ എന്നാണ്. അതേപോലെ തന്നെ മിറാ അൻ എന്ന് പറയുമ്പോൾ ഹംസക്ക് എന്ത് വന്നിട്ടുണ്ട്? തൻവീൻ വന്നിട്ടുണ്ട്. ആ തൻവീന് ശേഷം അക്ഷരം വന്നിരിക്കുന്നത് ലോ അല്ലേ? ലോയാണ്. ലോ. ലോതല്ല, ലോ. ആ അക്ഷരം എന്തിൻ്റെ അക്ഷരമാണ്? ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽ പെട്ടതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇഖ്ഫാ വന്നാൽ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നല്ലോ രാവിലെ. മറച്ച് മണിച്ച് ഓതണം. അപ്പം എങ്ങനെ ഓതേണ്ടത്? അള്ളോ. എങ്ങനെ? അള്ളോ. ഇവിടെ നോക്കിയ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. മദ് ശ്രദ്ധിക്കണം, മണിക്കലും ശ്രദ്ധിക്കണം. മിറാ അള്ളാ. അങ്ങനെ എന്ത് ചെയ്യണം? നീട്ടലും മണിക്കലും ഒരുമിച്ച് നടത്തണം. ഇനി ലായിലുള്ള മദ് ഏത് മദ്ദാ? മദ് അസ്ലി അല്ലേ? ലായിലുള്ള മദ് അസ്ലിയാണ്, ഒരു അലിഫ് നീട്ടിയാൽ മതി. ഇനി ലാഹിറൻ. അവിടെ റായിന് എന്താ വന്നിരിക്കുന്നത്? ഇരട്ട ഫതഹ. റായിന് ഇരട്ട ഫതഹ എന്നാൽ എന്ത് ചെയ്യണം? കനപ്പിക്കണം. ഏതൊക്കെ ഹർക്കത്ത് വരുമ്പോഴാണ് കനപ്പിക്കേണ്ടത്? റായിന് ഫതഹ്, ഇരട്ട ഫതഹ്, വമ്മ്, ഇരട്ട വമ്മ് വന്നാൽ. ഇവിടെ ഇരട്ട ഫതഹ വന്നുകൊണ്ട് റായിനെ കനപ്പിക്കണം. അതേപോലെ തന്നെ റായിന് ഇരട്ട ഫതഹാണ്, തൻവീനാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം അക്ഷരം വന്നിരിക്കുന്നത് വാവ്. തൻവീന് ശേഷം വാവ് വന്ന എന്താ നിയമം? ഇദ്ഗാമും ബിഗുന്ന. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യേണ്ടത്? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. അപ്പം എങ്ങനെ? റൗവ. റൗവ. ഇങ്ങനെ പറയരുത്, റൗവ എന്ന് പറയരുത്, റൗവ. ചുണ്ട് എന്ത് ചെയ്യണം? വട്ടത്തിലായിരിക്കണം. ഇനി വല. വല എന്നുള്ളത് ലാമിന് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. തസ്തഫ്തിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഫീഹിം. ഫീഹിമിൽ ഫായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഫീ എന്നുള്ളത് മദ് അസ്ലി ഉണ്ട്. ഫീഹിം. ഫീഹിം എന്നുള്ളത് സാക്കിനായ മീമിന് ശേഷം അക്ഷരം വന്നിരിക്കുന്നത് മീമ് തന്നെ. എന്താ നിയമം? മദ്ദല്ല, ഇദ്ഗാം ഷഫവി. ഇദ്ഗാം ഷഫവി നമ്മളിപ്പോൾ അതിപ്പോൾ എനിക്ക് കേട്ടാൽ മതി. നിങ്ങൾ മുത്തമാസിലെയും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇദ്ഗാം ഷഫവി എന്തായാലും കിട്ടണം. അപ്പം മീം സാക്കിൻ ഇദ്ഗാം ഷഫവി
സാക്കിനായ മീമിന് ശേഷം ഇദ്ഗാം ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽ അക്ഷരമായ മീമ് വന്നിരിക്കുന്നു. സാക്കിനായ മീമിനെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? ഹിമ്മി. എന്ത് ചെയ്യണം? ഹിമ്മി. ഞാൻ നിങ്ങളിവിടെ നിങ്ങൾക്ക് ഇപ്പഴാ കത്തിയതില്ലേ? 2 മണിക്കൂർ കഴിഞ്ഞല്ലോ. അത് അപ്പതേ ചാടിക്കറി ഓയ് എന്ന് പറയണ്ടേ. ഇനി മിൻഹും, അവിടെ സാക്കിനായ നൂന് വരുന്നുണ്ട്. സാക്കിനായ നൂന് ശേഷം അക്ഷരം വന്നിരിക്കുന്നത് ഹ. ഏതാ നിയമം? ഇഖ്ഫാവോ? ഇൽഹാർ. സാക്കിനായ നൂന് ശേഷം ഹ വന്നാൽ ഇൽഹാർ. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ വന്നാൽ എന്താ ചെയ്യേണ്ടത്? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ. അപ്പം ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക, എവിടേക്കാണ് മണിക്കേണ്ടത് എവിടേക്കാണ് മണിക്കേണ്ടാത്തതെന്നുള്ളത് നോട്ട് ചെയ്യുക ഓതുമ്പോൾ. അപ്പം ഫീഹിമ്മിൽ മണിക്കണം. ഫീഹിമ്മി. പക്ഷെ മിൻഹുമിൽ മണിക്കരുത്. ഹും മിൻ ഹും. ഓക്കെ. ഫീഹിമ്മിൻഹും. അതുപോലെ തന്നെ ഹും ആ. അവിടെ നോക്കി സാക്കിനായ മീമിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഇന്ന് കുറേ വരുന്നുണ്ട്. ലഹാർ ഷഫവിയാണ്. എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഇനി അഹദൻ എന്നുള്ളിടത്ത് വഖ്ബ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ നിയമം പറയാ? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹായതിനാൽ ഒരു അലിഫിന്റെ അളവ് നീട്ടി നിർത്തുക. അഹദ. പിന്നെ എവിടെ മുതൽ ഓതാനുള്ളത്? ഫലാ തുമാരി മുതൽ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക, എവിടേക്കാണ് നീട്ടേണ്ടത് എവിടേക്കാണ് മണിക്കേണ്ടത് മണിക്കാതെ ഓതേണ്ടതെന്ന് ശ്രദ്ധിക്കണം. فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. അവിടെ എത്തുമോ? ഇല്ല. എത്തുമോ? എനിക്കെത്താൻ കുറച്ച് പ്രയാസമുണ്ട്. നിയമം പാലിച്ചു ഓതുകയാണെങ്കിൽ പറ്റുമോ? നമുക്ക് തൽക്കാലം ഒരു ചെയ്യാം. വലാ തസ്തഫ്തി ഫീഹിം എന്ന് അവിടെ നിർത്തുക. എന്നിട്ട് പിന്നെ വലാ തസ്തഫ്തി ഫീഹിം ഒന്ന് എടുത്തു ഓതാം. ലാഹിറാൻ നിർത്തിയാൽ പിന്നെ നിങ്ങൾ എവിടെ നിന്ന് എടുത്തോതും? പിന്നെ അർത്ഥം പൂർത്തിയാണെങ്കിൽ ഫലാത്തുമാരും എടുത്തോണം. ലാഹിറനിൽ നിർത്തിയാലുള്ള വിഷയം എന്നറിയോ? പറ്റില്ല. വലാ തസ്തഫ്തി ഫീഹിം എന്ന് നിർത്തുക. എന്നിട്ട് വലാ തസ്തഫ്തി ഫീഹിം എന്ന് എടുത്തോതിയാൽ മതി. അവിടം വരെ എത്തൂലേ? فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. അവിടെ എത്തൂലേ? ഒന്നും കൂടെ. فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. ഇപ്പം ഞാൻ ഓതിയ കൂട്ടത്തിൽ ചില ആൾക്കാർ എങ്ങനെ ഓതുന്നറിയോ? ലാഹിറം വലാന്ന് ഓതുന്നത്. ലാഹിറം വ അല്ല, ലാഹിറം വ. വാവ് പറയുമ്പോൾ എപ്പോഴും ചുണ്ട് വട്ടത്തിലായിരിക്കണം. ഓക്കെ. ലാഹിറം വയാണ്. ഒന്നും കൂടെ ഓതാം. فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. اوكي ما شاء الله. فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. ما شاء الله. ولا تمار فيهم إلا مراء ظاهرا ولا അവിടെ മണിക്കണം. ലാഹിറം അവിടെ മണി. ولا تستفت فيهم. ഓക്കെ. ما شاء الله. ولا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. ഉറങ്ങാത്തോണ്ട് സൗണ്ട് ഒക്കെ പുറത്തേക്ക് വരാൻ കുറച്ച് പ്രയാസമുണ്ടല്ലോ. അടുത്തത് فلا تمار فيهم إلا مراء ظاهرا ولا ലാഹിറം വ. നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ظاهرا ولا تستفت فيهم. ഓക്കെ. അടുത്തത് നമ്മുടെ വല എന്നാണോ ഫല എന്നാണോ പറഞ്ഞത്? ഫ ഫ. സൗണ്ട് കേൾക്കണം. ഫയുടെ വാവില്ലല്ലോ. മിറാഅൻ വലാഹിറ എന്നുണ്ടോ?
مراء ظاهرا ولا تستفت فيهم ഇനി ഒന്നുകൂടി ചേർത്ത് കുണിച്ച് ഹരിച്ചോതി കൂടി. അറച്ച് മണിച്ച് ولا تماري വല അല്ല, അവിടെ നിങ്ങൾ വാവാട്ടെ കേൾക്കുന്നത് ഫല അല്ലേ, ഫ എന്നല്ലേ ഉള്ളത്, ഫല. ആ 10 പ്രാവശ്യം ഫലാന്ന് പറ. പറയുന്ന അങ്ങനെ തന്നെയാണല്ലേ, പറയുന്ന അങ്ങനെ തന്നെയാണല്ലേ. ഞാൻ എന്റെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കേൾക്കുന്നത് വന്നു ഫായാണ്. فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. ഓക്കെ, ക്ലിയർ. فلا تمار فيهم إلا مراء മണിക്കണം. مراء ظاهرا ولا تستفت فيهم. ഓക്കെ. فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم. രണ്ട് സ്ഥലത്ത് വേണ്ടാത്ത നീട്ടി. നോട്ടില്ലേ? ലാഹിറന്നില്ല. അല്ലാഹ്. ഇവിടെ മുതൽ അതുപോലെ തന്നെ വലാ തസ്തഫ്തി എന്നില്ല, ഒരു അലിഫേ ഉള്ളൂ. ഇവിടെ മുതൽ فلا تمار فيهم إلا مراء ظاهرا فلا تستفت فيهم. ഒന്ന് ഓതിക്കോളി. ولا تمار فيهم إلا مراء ظاهرا. ഇവിടെയാണ് ശ്രദ്ധിക്കണം. മിറാ അല്ലാ, ഇവിടെ മണിക്കണം. مراء ظاهرا അല്ലാ മണിക്കണം. إلا مراء ظاهرا ലാഹിറൻ ظاهرا فلا ഇവിടെയും മണിക്കണം. ലാഹിറൻ ظاهرا ولا تستفتي فيهم. തസ്തഫ്തി നീട്ടാനില്ല. لا ولا تستفتي فيهم. വലാ ولا തസ്തഫ്തി ഫീഹിം. تستفتي فيهم. ഓക്കെ. ഇനി വലാ തസ്തഫ്തി മുതലാ എടുത്തോണ്ട് കേട്ടോ. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒന്നും കൂടെ. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. ലാസ്റ്റത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അഹദൻ എന്നുള്ള ഈ ഒരേപോലത്തെ ഹർക്കത്ത് അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് സ്ലോ ആക്കി ശ്രദ്ധിച്ചോണം. അഹദൻ എന്നുള്ളിടത്ത് നോക്കിയേ, ആ ഹ ദ എല്ലാം ഏകദേശം ഒരേപോലത്തെയാണ്. അവിടെ നമ്മൾ സ്പീഡ് കൂടിയാൽ അഹദാന്നായി പോകും, ഹൈൻ സുക്കൂനായി പോകും. അപ്പോൾ അത് പ്രത്യേകം എന്ത് ചെയ്യുക, അഹദ അഹ തന്നെ എന്ത് ചെയ്യുക. അത് നോക്കിയോ. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. ഒന്നുകൂടെ. ഇനി ഒതുക്കൂടി എല്ലാവരെയും ഒറ്റ. ولا تستفتي فيهم منهم أحدا. ما شاء الله. ഷബീർ സാഹിബ് ഒന്ന് ചോദിക്കോളി. ولا تستفت فيهم منهم ഫീഹിം മണിക്കണം. ولا تستفت فيهم منهم أحدا. ഓക്കെ, ക്ലിയർ. അത് പ്രത്യേകം ചോദിപ്പിക്കണ്ടല്ലോ, അതിനകത്ത് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. ടൈം എത്രയായി? ആയോ? അപ്പോൾ തുടങ്ങിയ സമയം തന്നെയായി.